നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട മാതാവിൻ്റെ അത്ഭുത കാശരൂപത്തിൻ്റെ മെഡലിൻ്റെ പ്രചാരകയായ വിശുദ്ധ കാതറിൻ ലബോറയെയാണ് നമ്മളിന്ന് പരിചയപ്പെടുക. പരിശുദ്ധ അമ്മ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അമ്മയുടെ മധ്യസ്ഥം നമ്മൾ എപ്പോഴും തേടുന്നു, സംരക്ഷണം എപ്പോഴും തേടുന്നു. വിശുദ്ധ കാതറിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ ഭക്തിയോടെ അമ്മയുടെ മധ്യസ്ഥവും നമുക്ക് യാചിക്കാം. വിശുദ്ധ കാതറിൻ ലബോറ ഫ്രാൻസിൽ 1806 മെയ് 2 ജനിച്ചത്. അപ്പൻ പിയർ ലബോറ, അമ്മ മാഗ്ദലിൻ ലൂയിസ്. 11 മക്കളിൽ 9ാമത്തെ മകളാണ് കാതറിൻ. സോയെ എന്നാണ് അവളുടെ മാമോദിസ പേര്. സോയെ ഒരു വിശുദ്ധയുടെ പേരാണ്. 2-3 നൂറ്റാണ്ടുകളിലൊക്കെ രക്തസാക്ഷിയായ ഒരു വിശുദ്ധയാണ് സോയെ. ആ സോയയുടെ ഫീസ്റ്റിൻ്റെ അന്നാണ് കാതറിൻ ജനിച്ചത്. അതുകൊണ്ട് ആ പേരാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ കുടുംബമാണ്. കൃഷിയുണ്ട്, പക്ഷിമൃഗാദികളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും ഇവരിങ്ങനെ എൻഗേജ്ഡാണ്. പാട്ടുപാടി സന്തോഷിച്ച് ഉല്ലസിച്ച് അപ്പനും അമ്മയും കൂടെ ഇരുന്ന് സ്നേഹം പങ്കുവെച്ച് നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് യേശുവിൻ്റെ സ്നേഹത്തിൽ അവരെ വളർത്തുകയാണ്. വീട്ടിൽ അടുക്കളപ്പണി എടുക്കും. അപ്പോൾ ഇങ്ങനെ കറി അരിഞ്ഞൊക്കെ കൊടുക്കും. അപ്പോൾ ഇവർ പാട്ട് പാടിക്കൊണ്ടാണ്. അമ്മ പാട്ട് പാടും, ഈശോയുടെ പാട്ടുകൾ പാടും, പിള്ളേരെ ഏറ്റുപാടും. അങ്ങനെ ഒരു ഗ്രൂപ്പ് സോങ്ങിൻ്റെ ആ മൂഡിലാണ് ഇവർ ജോലികളൊക്കെ ചെയ്യുക. ദൈവസ്നേഹം ഉള്ളിൽ ഉണ്ട് എന്ന് നമുക്ക് ഇവരുടെ ജീവിതം കണ്ടാലറിയാം. സന്തോഷത്തോടെ ഇങ്ങനെ വളരുമ്പോൾ ഇവൾക്ക് 8 വയസ്സുള്ളപ്പോൾ അമ്മ പെട്ടെന്ന് മരിക്കുകയാണ്. 11 മക്കളാണ് ഈ കുടുംബത്തിലുള്ളത്. എല്ലാവർക്കും ഭയങ്കര സങ്കടമായി, പ്രത്യേകിച്ച് കുഞ്ഞ് കാതറിന്, സോയയ്ക്ക്. അമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ അമ്മയില്ലാത്തൊരു സങ്കടം സോയയ്ക്ക്. ഇനി എനിക്ക് എവിടെ അമ്മ? വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആദ്യം നോക്കി, അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു മാതാവിൻ്റെ രൂപം ഉണ്ടല്ലോ. വേഗം മാതാവിൻ്റെ രൂപം ഇരിക്കുന്നിടത്ത് നിന്ന് ആ രൂപം എടുത്തുകൊണ്ട് ഇങ്ങോട്ട്, ഒരുവിധം ചെറുതാണ്, കയ്യിൽ കൊണ്ടുവരാം. ആ രൂപം പോയി ഇങ്ങനെ എടുത്തിട്ട് കട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. കൂടെ കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇങ്ങനെ കൂടെ ഇരുത്തി ഇങ്ങനെ നോക്കി അമ്മയെന്ന് പറഞ്ഞിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കിനി അമ്മ ഈ അമ്മയാണ്, മാതാവാണ്. എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ മാതാവ് മാത്രമേ ഉള്ളൂ. ഇനി തൊട്ട് മാതാവേ നീയാണ് എൻ്റെ സ്വന്തം അമ്മ. അങ്ങനെ പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് ചുംബിച്ച് അതിൽ പിന്നെ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും അമ്മയോട് ഷെയർ ചെയ്യും. അമ്മയുടെ രൂപത്തിൻ്റെ അടുത്ത് വന്നിട്ട് അന്ന് ഉണ്ടായ കാര്യം പറയും, ആഗ്രഹങ്ങൾ പറയും, പ്രാർത്ഥനകൾ പറയും. അങ്ങനെ പരിശുദ്ധ അമ്മയുമായിട്ടുള്ളൊരു അഗാധമായ ഹൃദയ ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. മക്കൾ കുറേ ഉള്ളത് കൊണ്ടും ഈ അപ്പൻ എല്ലാവരും നോക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അപ്പൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു, 2 പേരെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ സോയേനെയും ഒരു ചേച്ചീനെയും കൂടെ ആൻറ്റിയുടെ വീട്ടിലേക്ക്, കുറച്ചകലെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ കേട്ടുപോയി. അവിടെ പോയാലും വീട്ടിലേക്ക് വരാനുള്ളൊരു ദാഹം കാരണം ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. വീട്ടിലെ അപ്പൻ്റെ ജോലിയിലൊക്കെ സഹായിച്ചു, പഠിക്കാനൊക്കെ പോയി. അങ്ങനെ മുന്നോട്ട് പോയി. 12 വയസ്സുള്ളപ്പോൾ ആദ്യ കുർബാന സ്വീകരണം നടത്തി. അന്ന് ഒരു തീരുമാനമെടുത്തു, ഞാൻ എല്ലാ ദിവസവും ഇനി തൊട്ട് 4 മണിക്ക് ഉണരും, എന്നിട്ട് പ്രാർത്ഥിക്കും. ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യും, ജോലികൾക്ക് സഹായിക്കുകയും ചെയ്യും. അന്ന് മുതൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. പള്ളി കുറച്ച് അകലെയാണ്, എന്നാലും നടന്ന് എത്ര ദൂരെയാണെങ്കിലും നടന്ന് അങ്ങനെ പള്ളിയിൽ ദിവസവും പോയി ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിച്ചു. 14 വയസ്സ് പ്രായത്തിൽ വീട്ടിലൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വർഗീയ അനുഭവമൊക്കെ ഉള്ളിൽ ഇങ്ങനെ തോന്നി. അന്ന് രാത്രി കിടന്നപ്പോൾ ഒരു സ്വപ്നം, ഒരു ദർശനം. തൻ്റെ അടുത്തേക്ക് ഒരു പുരോഹിതൻ, അല്പം പ്രായമുള്ളൊരു പുരോഹിതൻ ചിരിച്ച്
വളരെ ജ്വലിക്കുന്ന ഒരു തീക്ഷ്ണതയോടുകൂടെ ഒരു പ്രത്യേക ശോഭയോടുകൂടെ തൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നു. എന്നിട്ട് വൈദികൻ നോക്കി ചിരിച്ചു, സോയനെ നോക്കി ചിരിച്ചു. ചിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മകളെ, നിന്നെക്കുറിച്ചുള്ള വലിയ പദ്ധതി ദൈവത്തിനുണ്ട്. പാവപ്പെട്ടവരെ നോക്കുന്നത് വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സോയ്ക്ക് ഇങ്ങനെ സ്വപ്നത്തിലാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ മുഖം തിരിച്ചു. അപ്പോൾ ഒരു കുർബാനയ്ക്ക് വന്ന പുരോഹിതൻ പോലെയാണ് സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടത്. അതിനുശേഷം കുർബാനയ്ക്ക് ശേഷമാണ് തന്നോട് ഇങ്ങനെ പറയുന്നത് പോലെ സ്വപ്നത്തിൽ കണ്ടത്. മുഖം തിരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മകളെ, ഇപ്പോൾ നീ മുഖം തിരിക്കുന്നു, സാരമില്ല, പിന്നീട് നീ സന്തോഷത്തോടു കൂടെ എൻ്റെ വാക്ക് കേട്ട് ഞാൻ പറയുന്നത് പോലെ പോരും. കാരണം ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട്, അത് മറക്കരുത് എന്ന് പറഞ്ഞു. സ്വപ്നം അവസാനിച്ചു. അപ്പോൾ സ്വപ്നം കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ എന്താണിത്, ഒന്നും പിടികിട്ടിയില്ല. ആരോടും പറഞ്ഞൊന്നുമില്ല, എന്നാലും മുന്നോട്ട് പോയി. ആ ഇടയ്ക്ക് വീട്ടിലെ പണികളിലൊക്കെ സഹായിക്കും, അപ്പനെ സഹായിക്കും. ഒപ്പം തന്നെ ഒരു അങ്കിളിന് ഒരു സൂപ്പിൻ്റെ ഒരു ഷോപ്പുണ്ട്. ആ നാട്ടിലെ ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ. മെയിനായിട്ടൊരു സൂപ്പാണ്. അപ്പോൾ അവിടെയും പോയി നിൽക്കാനായിട്ട് അപ്പൻ പ്രചോദിപ്പിച്ചു, പ്രോത്സാഹിപ്പിച്ചു, മോള് ഒക്കെ അതൊന്നൊക്കെ പരിചയപ്പെടുക. അപ്പോൾ ആ നാട്ടിൽ കുറേ പാവങ്ങളുണ്ട്. അവരെല്ലാം ഈ ഷോപ്പിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിത രീതിയും അവരുടെ ബുദ്ധിമുട്ടും അവരുടെ ത്യാഗവും സഹനവും ഒക്കെ സോയ കണ്ടപ്പോൾ, അവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലിങ്ങനെ അറിയാതെ ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് ജീവിക്കണമല്ലോ എന്ന് തോന്നി. ആ ഇടയ്ക്കൊരു ദിവസം ആ നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ സിസ്റ്റേഴ്സാണ്. ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ചെന്ന് എൻട്രൻസിൻ്റെ അവിടെ നോക്കിയപ്പം ഒരു രൂപം ഇരിക്കുന്നു. ആ രൂപം നോക്കിയപ്പോൾ ഒരച്ഛൻ. പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ടത് ഈ വ്യക്തിയുടെ രൂപമാണല്ലോ. ഉടനെ പോയിട്ട് സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, സിസ്റ്റേഴ്സ് ആരാ ഇത്? അപ്പോൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ പൈട്രനാണ്, ഞങ്ങൾ വിൻസെൻ്റ് പോൾ സിസ്റ്റേഴ്സാണ്, ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെയിൻറ്റ് വിൻസെൻ്റ് പോൾ. ഞങ്ങളുടെ മധ്യസ്ഥൻ, ഞങ്ങളുടെ സ്ഥാപകൻ വിശുദ്ധ വിൻസെൻ്റ് പോളാണ്. അപ്പോൾ സോയ്ക്ക് മനസ്സിലായി, എനിക്ക് സ്വപ്നത്തിൽ കണ്ടത് ഈ വിശുദ്ധനാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ ദൈവവിളിയും ഏകദേശം ഇതുപോലെയാണ് എന്നുള്ള ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു തീരുമാനം മനസ്സിൽ എടുക്കാനായിട്ട് അപ്പോൾ പറ്റി. വൈകാതെ തന്നെ ഈ കോൺഗ്രിഗേഷനിൽ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിൽ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെയിൻറ്റ് വിൻസെൻ്റ് പോൾ അവിടെ ചേർന്നു. അവിടെ അർത്ഥിനിയായി ഫോർമേഷൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്ന് നോവിഷ്യറ്റിലാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം, ഈശോയായിട്ടുള്ള കോണ്ടാക്റ്റിൽ ആഴപ്പെടുന്ന ഒരു കാലഘട്ടം, അടുത്തത് ഉടുപ്പിടാനൊക്കെ ഒരുങ്ങുന്ന ആ കാലഘട്ടം. ആ ഇടയ്ക്കൊരു സംഭവം അവിടെ ഉണ്ടായി. വിൻസെൻ്റ് പോളിൻ്റെ ഭൗതിക അവശിഷ്ടം വെച്ചിരിക്കുന്ന പാരീസ് നോട്ടർഡാം അവിടെ നിന്നെടുത്ത് ഇവരുടെ കോൺവെൻ്റ് ഇരിക്കുന്നതിന് അടുത്തുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് പുനഃസ്ഥാപിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വലിയ പ്രാർത്ഥനയോടെ വലിയ ചൈതന്യത്തോടെ ഒരുങ്ങിയൊക്കെയാണ്. പ്രത്യേകിച്ച് ഇവർ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിൽപ്പെട്ടവരാണല്ലോ, വിൻസെൻ്റ് പോളിൻ്റെ ചൈതന്യത്തിൽ പോകുന്നവരാണ്, ഇവരുടെ സ്ഥാപക പിതാവാണല്ലോ. അപ്പോൾ വളരെ പ്രാർത്ഥനയോടെയൊക്കെ ഈ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്നുള്ള ഏതാനും ദിവസങ്ങളിൽ ഒരു ദർശനത്തിലൂടെ കടന്നു പോവുകയാണ്. സന്യാസത്തിൽ ചേർന്നപ്പോൾ സോയയുടെ പേര് കാതറിൻ ലബോറ എന്നാക്കി. തൻ്റെ നോവിഷ്യറ്റ് കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ആ ദിവസങ്ങളിൽ ദർശനങ്ങൾ കാതറിന് ലഭിക്കുകയാണ്. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദേവാലയത്തിൽ വെച്ചിങ്ങനെ കാണുകയാണ്, വിശുദ്ധ വിൻസെൻ്റ് പോൾ തൻ്റെ കയ്യിൽ ഹൃദയം എടുത്ത് ഒരു അരുളിക്കയിൽ വെച്ച് മുന്നോട്ട് നീട്ടുന്നത് പോലെ. ശരിക്കും ഹൃദയം ഒറിജിനൽ ഹൃദയം പോലെ കാണപ്പെടുകയാണ്, മാംസളമായിട്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ അരൂപിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ അടുത്തൊരു സന്ദേശം പോലെ മനസ്സിൽ ലഭിച്ചു, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സന്ദേശമാണ് ഈ ദർശനത്തിലൂടെ ലഭിക്കുന്നത്. പിന്നത്തെ ദിവസം വീണ്ടും വിൻസെൻ്റ് പോളിൻ്റെ ഹൃദയം ഇതുപോലെ തന്നെ ഒരു അരുളിക്കയിൽ കാണുകയാണ്. അന്ന് നിറം ഇങ്ങനെ ഒരു ജ്വലിക്കുന്ന പ്രകാശത്തിൻ്റെ ഒരു കളറാണ്. അപ്പോൾ ഉള്ളിലിങ്ങനെ തോന്നി, വിൻസെൻ്റ് പോൾ ചെയ്ത ഈ ശുശ്രൂഷയുടെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക ലോകം മുഴുവനും ജ്വലിച്ചുയരുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ദർശനം തനിക്ക് ലഭിച്ചതെന്ന്.
പിന്നത്തെ ദിവസം 2 കളറിലാണ് കാണപ്പെട്ടത്. കടും ചുമപ്പിലും ഇരുണ്ട കളറിലും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കാണപ്പെട്ടു. അപ്പോൾ അത് കണ്ടപ്പം സന്ദേശം പോലെ മനസ്സിൽ തോന്നുകയാണ്, എതിരായിട്ടുള്ള ഒരു സംഭവങ്ങൾ വരാൻ പോവുകയാണല്ലോ എന്നുള്ള ഒരു തോന്നലുള്ളിലുണ്ടായി. അപ്പോൾ മനസ്സിലായി ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വരുമ്പോൾ പ്രതിസന്ധികൾ സഭയ്ക്കുണ്ടാകാം, ക്രൈസ്തവ സഭയ്ക്കുണ്ടാകാം, രക്തച്ചൊരിച്ചിലുണ്ടാകാം, അങ്ങനെയുള്ളതിൻ്റെ ഒരു പ്രതീകമാകാം എന്ന് മനസ്സിൽ അങ്ങനെ തോന്നി. കണ്ട ഈ ദർശനങ്ങളൊക്കെ ആധ്യാത്മിക പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെയൊക്കെ കണ്ടു കിട്ടുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അതിന് ഇത്ര പ്രാധാന്യം കൊടുക്കണ്ട, കാരണം ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നാം, ചിലപ്പം വന്നതിൻ്റെ ടെൻഷനിൽ നിന്നോ പ്രാർത്ഥനയിൽ നിന്നൊക്കെ വന്നതാകാം, വലിയ പ്രാധാന്യം കൊടുക്കേണ്ട, മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. അപ്പം പ്രത്യേകിച്ച് മൈൻഡൊന്നും ചെയ്തില്ല, മുന്നോട്ട് പോയി. പിന്നീടുള്ള ദിവസങ്ങളിലും ദിവ്യകാരുണ്യത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ദർശനങ്ങളാണ് കാണുന്നത്. പിന്നെ ഓസ്തിയിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയപ്പോൾ ഓസ്തിയിൽ ഈശോയുടെ തിരുഹൃദയം ഒരു ദിവസം കാണപ്പെട്ടു. പിന്നത്തെ ദിവസം തിരുമുഖം കാണപ്പെട്ടു. പല ദിവസങ്ങളിൽ അങ്ങനെ ദിവ്യകാരുണ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ദർശനങ്ങൾ ഇങ്ങനെ ലഭിക്കുകയാണ്. പിന്നത്തെ ദിവസം ക്രിസ്തുരാജൻ പ്രൗഢിയോടെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നീട് അല്പം ക്രൈസിസിൻ്റെ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ദർശനങ്ങൾ ഇങ്ങനെ വരികയാണ്. ഇതിനുശേഷം 1830 ജൂലൈ 19 ഏറ്റവും പ്രത്യേകമായിട്ട് അറിയപ്പെടുന്ന ഒരു ദർശനത്തിലേക്ക് കിടക്കുകയാണ്. സാധാരണ പോലെ അന്ന് രാത്രിയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നു കാതറിൻ. ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആരോ ഇങ്ങനെ തട്ടി വിളിച്ചു. നോക്കിയപ്പോൾ ഒരു മാലാഖയോ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ വന്ന് വിളിക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. സിസ്റ്റർ കാതറിൻ, സിസ്റ്റർ കാതറിൻ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റു. അപ്പോൾ സിസ്റ്ററിനെ അന്വേഷിച്ച് സിസ്റ്ററിനെ കാണാൻ വേണ്ടി മാതാവ് പള്ളിയിൽ വന്നിട്ടുണ്ട്, സിസ്റ്ററിനോട് പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ കണ്ണ് തുറന്നപ്പോൾ ഒരു എന്താണോ ഇതിങ്ങനെ തോന്നുന്നത്, സ്വപ്നമാണോ എന്താണെന്നറിയില്ല. അപ്പം പേടിക്കണ്ട, മാതാവ് അവിടെ ഉണ്ട്, പോരെ എന്ന് പറഞ്ഞു. ഞാൻ ദൂതനാണെന്ന് പറഞ്ഞു. പോരെ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോവാണ്. പോണ വഴിയിലെല്ലാം പ്രകാശം, പള്ളിയിൽ നിന്ന് പ്രകാശം ശക്തമായിട്ട് ജനലെ കൂടെ പുറത്തേക്കും വഴിയിലേക്കൊക്കെ ഇങ്ങനെ വരിക. പള്ളിയുടെ വാതിലിൻ്റെ അവിടെ എത്തിയപ്പോൾ പള്ളി ലോക്ക് ചെയ്തിട്ടാണ് എന്നും എല്ലാവരും കിടക്കാൻ പോവുക. പക്ഷേ മാലാഖ ഈ ദൂതൻ പള്ളിയുടെ അവിടെ എത്തിയപ്പോൾ തന്നെ പൂട്ട് തന്നെ തുറന്നു, വാതിൽ തന്നെ തുറന്നു. പള്ളിയിലേക്ക് കയറിയപ്പം പള്ളിയിൽ ശക്തമായ പ്രകാശം. എന്നിട്ട് ഈ ദൂതൻ പറഞ്ഞു, ദേ അവിടെ. എന്നിട്ട് അൾത്താരയുടെ അവിടേക്ക് കൊണ്ടുപോയി ചെന്നിട്ട് പറഞ്ഞത് ആ കസാരയുടെ അവിടെ. അപ്പോൾ ഈ അച്ഛനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അൾത്താരയിൽ ഒരു കസാര ഇട്ടിട്ടുണ്ട്, അവിടെയാണ് മാതാവ് കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം വേഗം കാതറിൻ അവിടേക്ക് ചെന്നു, മാതാവിൻ്റെ അടുത്തേക്ക് അൾത്താരയിലേക്ക് കയറി ചെന്നു. അവിടെ എത്തിയപ്പോൾ മാതാവ് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ കാതറിന് ഫീൽ ചെയ്തു. അപ്പോൾ കസാരയിൽ മാതാവ് ഇരിക്കുന്നു. ഇപ്പോൾ ആ കസാര അവിടെ ഉണ്ട് കേട്ടോ, മാതാവ് വന്നിരുന്ന ആ കസാര അവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ തന്നെ. എന്നിട്ട് അടുത്ത് കാതറിൻ മുട്ടുകുത്തി ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് മാതാവിൻ്റെ കയ്യിൽ പിടിച്ചിങ്ങനെ നിന്നു. അപ്പോൾ മാതാവ് പറഞ്ഞു, നോക്കുക എന്ന് പറഞ്ഞ്, നിനക്ക് പ്രത്യേകമായിട്ടുള്ള ദൗത്യങ്ങൾ ചെയ്യാനുണ്ട്. നിന്നെ സ്വർഗം ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു വലിയ ദൗത്യങ്ങൾക്കായി. ഏറെ പ്രതിബന്ധങ്ങൾ മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാകും, പക്ഷേ ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, സ്വർഗം കൂടെയുണ്ട്, നിനക്ക് ഞാൻ കൃപകൾ തരും, അപ്പം ശക്തമായിട്ട് മുന്നോട്ട് പോവുക എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാതാവ് പറഞ്ഞ അൾത്താരയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ, ആ അൾത്താര, അവിടെ നിന്ന് എല്ലാവർക്കുമുള്ള കൃപകൾ ഒഴുകുന്നു. ആരെല്ലാം അവിടെ പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം സ്വർഗത്തിൻ്റെ കൃപകൾ ധാരാളമായിട്ട് ഒഴുകുന്ന സ്ഥലമാണ് അൾത്താര. എന്നിട്ട് കാതറിനോട് പറഞ്ഞു, കാതറിൻ, ദൈവം നിൻ്റെ സംരക്ഷണത്തിന് എപ്പോഴും കൂടെയുണ്ട്. മാത്രമല്ല വിശുദ്ധ വിൻസെൻ്റ് പോൾ എപ്പോഴും മാധ്യസ്ഥം നൽകിക്കൊണ്ട് കൂടെയുണ്ട്. മാതാവ് ഇങ്ങനെ പറയാണ്, രക്തച്ചൊരിച്ചിലുകളും സഹനങ്ങളും പീഡകളും വരാൻ പോവുകയാണ് സഭയിൽ. കുരിശ് അവഹേളിക്കപ്പെടും, കുരിശിനെ ചവിട്ടി താഴ്ത്തും, അവഹേളിക്കും, ഏറെ രക്തസാക്ഷികളുണ്ടാകും. അപ്പോൾ കാതറിൻ ചോദിച്ചു, എന്നാണ് അങ്ങനെ സംഭവിക്കുക? അപ്പോൾ പറഞ്ഞു, 40 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. ചരിത്രം നോക്കുമ്പോൾ പിന്നീട് ഒരു 40 വർഷം കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു സാഹചര്യങ്ങൾ അവിടെ വരുന്നു. അവിടുത്തെ മെത്രാൻ തന്നെ രക്തസാക്ഷിയാകുന്നു ബലിപീഠത്തെങ്കിൽ വെച്ച്. ഈ ദർശനം കൊടുത്തപ്പോൾ കാതറിനോട് മാതാവ് പറഞ്ഞു, എൻ്റെ കണ്ണ് നിൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കും, നീ ഭയപ്പെടേണ്ട, കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഭയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. തുടർന്ന് ആ കൊല്ലം തന്നെ 1830
നവംബർ 27-ാം തീയതിയാണ് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ദർശനം ലഭിക്കുന്നത്. അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സ്റ്റസിയിലേക്ക് കാതറിൻ പ്രവേശിക്കുകയാണ്, ഒരു പ്രാർത്ഥനയുടെ ഉന്നത പദവിയിലേക്ക്. അവിടെ വെച്ചാണ് മാതാവിൻ്റെ ദർശനം ലഭിക്കുന്നത്. ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ഔട്ട്ലൈനിൻ്റെ ഉള്ളിലാണ് മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുന്നത്. ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഗ്ലോബിൽ ചവിട്ടി ആണ് മാതാവ് നിൽക്കുന്നത്. മാതാവിൻ്റെ 2 കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതിൽ നിന്നിങ്ങനെ ശക്തമായ പ്രകാശം താഴേക്ക് ഗ്ലോബിലേക്ക് ഒഴുകുന്നു. ഈ പ്രകാശം ഇങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് പ്രകാശരശ്മികൾ ഭൂമിയിലേക്ക് എത്താത്ത പോലെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ കാതറിൻ ചോദിച്ചു, എല്ലാ പ്രകാശവും താഴേക്ക് എത്തിയിട്ടില്ലല്ലോ, എന്താണ് അതെന്ന് ചോദിച്ചു. അപ്പോൾ മാതാവ് പറഞ്ഞു, കൃപകൾ ചോദിച്ച് വാങ്ങാതെ നിൽക്കുന്ന കൃപകളാണ് അങ്ങനെ താഴേക്ക് വരാതെ നിൽക്കുന്നത്. നിങ്ങൾ ചോദിച്ച് വാങ്ങണം, ജനം ചോദിച്ച് വാങ്ങണം. മാതാവ് ശിരസിൽ 12 നക്ഷത്രങ്ങളുടെ കിരീടം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. തുടർന്ന് മാതാവ് പറഞ്ഞു, നോക്ക് ചുറ്റും എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പാപരഹിതയായി ജനിച്ച മാതാവേ, ഞങ്ങൾക്ക് അഭയമായിരിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ആ രൂപത്തിൻ്റെ മറുവശം നോക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ മാതാവ് പറഞ്ഞു, ഇത് കണ്ടോ, ഇത് എം എന്നാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. ആ എമ്മിൻ്റെ മുകളിലായിട്ടൊരു കുരിശുരൂപം, അതിൻ്റെ താഴെ കുരിശുരൂപത്തിൻ്റെ എമ്മിൻ്റെയും താഴെയായിട്ട് 2 വശങ്ങളിലായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപവും മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ രൂപവും ചിത്രീകരിച്ചിരിക്കുന്നു. കൂടാതെ 12 നക്ഷത്രങ്ങൾ ഔട്ട്ലൈനായിട്ട് അവർ. എന്നിട്ട് മാതാവ് പറഞ്ഞു, ഇതുപോലെ ഒരു മെഡൽ ഉണ്ടാക്കി ലോകം മുഴുവനും പ്രചരിപ്പിക്കണം. ഇത് ധരിക്കുന്നവർക്കെല്ലാം വലിയ സംരക്ഷണം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. കാതറിൻ പോയിട്ട് കാതറിൻ്റെ കുമ്പസാരക്കാരനായ വൈദികനോട്, ഗുരുവിനോട് ഇത് പറയണം, ഈ കാര്യങ്ങളെല്ലാം പറയണം. അപ്പോൾ കാതറിൻ വേഗം തൻ്റെ കുമ്പസാരക്കാരനായ ഷോൺ മരിയ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ അച്ഛൻ എന്തായിരിക്കാം ഇതെന്നറിയാതെ കേട്ടു എല്ലാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നാളത്തേക്ക് എങ്ങനെയാണ് ഈ കാതറിൻ്റെ വ്യക്തിത്വം എങ്ങനെ, പ്രാർത്ഥനാ ജീവിതം എങ്ങനെ, സ്വഭാവ രീതികൾ എങ്ങനെ, ഇതിങ്ങനെ വിശ്വസിക്കാവുന്നതാണോ അത് വെറുതെ തോന്നലാണോ എങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 വർഷം നിരന്തരമായിട്ട് കാതറിനെ പരീക്ഷിച്ചു. മൊത്തത്തിലുള്ള അഭിപ്രായങ്ങൾ അവിടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കി. അപ്പോൾ ഇത് സത്യമാണ്, ഇതൊരു ആഴമായ ആധ്യാത്മികതയിൽ നിന്ന് വരുന്ന ഒരു സത്യമായിട്ടും മാതാവിൻ്റെ ഒരു ദർശനം തന്നെയാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഷോണച്ചൻ വന്നു. അപ്പോൾ ഷോണച്ചൻ വേഗം പാരീസ് രൂപതയിലെ മെത്രാനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. മെത്രാനും പറഞ്ഞു, ഒന്നും കൂടി പഠിച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇതിനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ മതി. വീണ്ടും ഒരു പഠനത്തിന് 2-3 വർഷങ്ങളെടുത്തു. അങ്ങനെ 1842 അഡ്രിയൻ എന്ന് പറയുന്ന ഒരു തട്ടാനെ ഇത് ഉണ്ടാക്കാനായിട്ട് ഏൽപ്പിച്ചു. അഡ്രിയൻ ഇതുണ്ടാക്കി ഈ മെഡൽ ഉണ്ടാക്കി ആളുകൾക്ക് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ജനങ്ങളിലേക്ക് മുഴുവൻ വ്യാപിച്ചു. ഇത് ഉപയോഗിക്കുന്നവർക്ക് ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നു, സൗഖ്യങ്ങൾ നടക്കുന്നു, മാനസാന്തരങ്ങൾ നടക്കുന്നു, സംരക്ഷണം, അപകടങ്ങളിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കുന്നു. 1842 ഒരു വലിയൊരു അത്ഭുതം നടന്നു. അന്ന് യഹൂദനായിട്ടുള്ള ഒരു വ്യക്തി ഈ മെഡൽ ധരിച്ചു. അയാൾക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല ഇത് ധരിക്കാനായിട്ട്, എങ്കിലും മറ്റുള്ളവരെല്ലാം പറഞ്ഞത് വെച്ച് അയാൾ ഇത് ധരിച്ചു. ഈ മെഡൽ ധരിച്ചപ്പോൾ അന്ന് രാത്രി ആ യഹൂദന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷം ലഭിച്ചു, അനുഭവങ്ങൾ ലഭിച്ചു. കത്തോലിക്ക സഭയെക്കുറിച്ചുള്ളൊരു വിശ്വാസങ്ങൾ തനിയെ മനസ്സിലാകുന്നത് പോലെ അൽഫോൺസ് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്നു. കത്തോലിക്കനായി, വൈദികനായി ഒരു പുതിയ സഭ സ്ഥാപിച്ചു. കോൺഗ്രിഗേഷൻ ഓഫ് ഫാദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് സയൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സഭ സ്ഥാപിച്ചു. തുടർന്ന് അങ്ങോട്ട് അത്ഭുതങ്ങളുടെ പ്രവാഹമായിരുന്നു. കാതറിനിൽ നിന്നാണ് ഈ ദർശനം ലഭിച്ചതെന്നും ഈ മെഡൽ ഉണ്ടാക്കുന്നതിന് കാരണം ഈ ദർശനങ്ങളാണെന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഈ അച്ഛനറിയാം, പിതാവിനറിയാം. പിന്നീടുള്ള 46 വർഷക്കാലത്തേക്ക് ഒരു ദർശനവും കാതറിന് ലഭിച്ചിട്ടില്ല. കാതറിൻ്റെ ജീവിതം പറയുന്നത്, വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ പറയുന്നത്, ഈ ദർശനം ലഭിച്ചത് കൊണ്ടല്ല കാതറിൻ വിശുദ്ധയായത്, മറിച്ച് ജീവിതമാണ്. ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ട് ജീവിച്ചു. ഒരു നേഴ്സായിട്ടാണ് ജീവിച്ചത്. അവിടെയുള്ള പ്രായമായവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു തൻ്റെ ജീവിതം. തൻ്റെ സഭയിൽ ഓരോ ഭവനത്തിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള സ്ഥാപനത്തിൽ വസിച്ചിരുന്നവരെ നോക്കി. അതുകൊണ്ട് സീനിയേഴ്സിൻ്റെ മധ്യസ്ഥയായിട്ടാണ് കാതറിൻ അറിയപ്പെടുന്നത്, വയ്യാത്തവരെല്ലാം നോക്കിയത് കൊണ്ട്.
ലളിതമായിട്ടുള്ള ജോലികൾ ചെയ്തു. അവിടെ വന്ന വിസിറ്റേഴ്സിനെയൊക്കെ സ്വീകരിച്ചു സ്നേഹപൂർവ്വം. അതേ സിമ്പിൾ ജോലി വളരെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും ദൈവസ്നേഹത്തോടും കൂടെ ചെയ്തു. 1876 കാതറിന് മനസ്സിലായി ഈ വർഷം ഞാൻ മരിക്കുമെന്ന്. അപ്പോൾ ഈശോ തോന്നിപ്പിച്ചതുപോലെ അന്നത്തെ സുപ്പീരിയറിനോട് മാത്രം ഈ ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. 1876 ഡിസംബർ 31 തൻ്റെ ഈ ലോകയുദ്ധം അവസാനിച്ച് നിത്യസമ്മാനത്തിനായിട്ട് കാതറിൻ ദൈവസന്നിധിയിലേക്ക് പോയി. തൻ്റെ ജീവിത വിശുദ്ധി, ലാളിത്യം, സിംപ്ലിസിറ്റിയാണ് തൻ്റെ വിശുദ്ധിക്ക് നിദാനമായിട്ട് കണ്ടത്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഖബറിടം തുറന്നു നോക്കിയപ്പോൾ ശരീരത്തിന് ഒരു വ്യത്യാസവും വരാതെ, ഒട്ടും അഴിയാതെ അതേ ശോഭയോടുകൂടെ തന്നെ ആ കല്ലറയിൽ കണ്ടപ്പോൾ ഉടനെ തന്നെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കാനുള്ള നടപടികളെല്ലാം തുടങ്ങി. 1947 പിയൂസ് 12 പാപ്പ കാതറിനെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. അമലോത്ഭവ മാതാവിൻ്റെ പ്രഖ്യാപനത്തിന് ഏറ്റവും ഒരു സഹായകമായത് ഈ ദർശനമാണ്. 1854 9 പിയൂസ് പാപ്പ മാതാവിൻ്റെ അമലോത്ഭവം പ്രഖ്യാപിച്ചപ്പോൾ ഈ ദർശനത്തിൻ്റെ ബേസാണ് കൂടുതൽ സഹായകമായത്. അത്ഭുത മെഡൽ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു കാശുരൂപമാണ്. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ആ വലിയ സാന്നിധ്യം, ആ മെഡലിൻ്റെ സാന്നിധ്യം വഴി പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം ലഭിക്കട്ടെ. വിശുദ്ധ കാതറിൻ ലബോറയെ പോലെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തോ അത് നമ്മുടെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കാം. വിശുദ്ധ കാതറിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്വർഗീയ മധ്യസ്ഥം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും, മാതാപിതാക്കളുടെ മേലും മക്കളുടെ മേലും എല്ലാ നിയോഗങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ. എല്ലാ ദൈവാനുഗ്രഹവും ആശംസിക്കുന്നു.